വിശുദ്ധമായ ഒരു സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുജാഹിദ് പാളയത്തിൽ നിന്ന് സുന്നി പാതയിലേക്ക് പ്രവേശിച്ച ഞങ്ങൾക്ക് ഇവിടെ ഈ സ്വീകരണവും വേദിയും ഒരുക്കി തന്ന സംഘാടകർക്ക് ആദ്യമായി എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പ്രഗത്ഭരായ പണ്ഡിതന്മാരും വാഗ്മികളും ഇരിക്കുന്ന ഈ വേദിയിൽ ഒരു പ്രസംഗം നടത്താനും മാത്രം പ്രാപ്തി എനിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ ഞങ്ങളെ കാണുവാനും കേൾക്കുവാനും വന്നിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞങ്ങൾ എന്തുകൊണ്ട് സുന്നിയായി മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വഹാബിസത്തിന്റെ വഴികളിലേക്ക് ഞങ്ങൾ വഴുതി വീണത് എന്ന് നിങ്ങളോട് പറയേണ്ട ബാധ്യത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തീ കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന ഈയാം പാറ്റകളെ പോലെ ആളുകൾ വഹാബിസത്തിന്റെ നരകാഗ്നിയിലേക്ക് തന്റെ ഈമാനെ നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് പരിമിതമാണ്. നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും കുളിയെക്കുറിച്ചും മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചും മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം, ഇല്ലെങ്കിൽ പരിമിതമായ മദ്രസ വിദ്യാഭ്യാസ കാലത്ത് ലഭിക്കുന്ന അറിവുകൾക്കപ്പുറം മതപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഗാധ പാണ്ഡിത്യമൊന്നുമില്ല, തുറന്ന് സമ്മതിക്കുകയാണ്. ചില മേഖലകളിൽ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മതപഠനത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ മടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ പരക്കം പാഞ്ഞു നടക്കുന്നതിനിടയിൽ മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് മറന്നുപോയതുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഗൗരവം കൊടുത്ത് കാണാതിരിക്കും ഉള്ള അവസ്ഥയിലുമായിരിക്കും. ഏതായാലും ഈമാനെ മറന്ന് ഭൗതികതയുടെ പിന്നാലെ പോയ ആ വലിയ തെറ്റിനെ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ദുആ ചെയ്യുന്നു. ഉസ്താദുമാരും മാതാപിതാക്കളും കാണിച്ചു തന്ന വഴി പിൻപറ്റി ഇബാദത്ത് ചെയ്തിരുന്ന ഞങ്ങൾ മൗലീദ് പാരായണവും നബിദിനാചരണങ്ങളും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് പങ്കെടുക്കുന്ന പതിവാണ്. ഔലിയാക്കളുടെ ഖബറുകളിൽ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു മുൻപ്. ആ ഇടയ്ക്ക് ഞങ്ങളോട് പരിചയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചില പ്രവർത്തകർ ഞങ്ങളോട് കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരഞ്ഞു പിടിച്ച് ചോദിക്കുകയുള്ളൂ. കാരണം ഉത്തരം പറയാൻ അറിയില്ല എന്ന് ഉറപ്പുള്ളവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം മുട്ടിക്കോളും. പിന്നെ അവരെ പണി എളുപ്പമാണ്. ഏത് കാര്യത്തിനും തെളിവുണ്ടോ എന്നാ ചോദ്യം. ഐക്കല്ല് കെട്ടുന്നതിന് തെളിവുണ്ടോ? മന്ത്രി ചൂതുന്നതിന് തെളിവുണ്ടോ? മൗലീദ് നടത്തുന്നതിന് തെളിവുണ്ടോ? നബിദിനാചരണം നടത്തുന്നതിന് തെളിവുണ്ടോ? റബീഉൽ അവ്വൽ 12 നബിദിനാണ് ഞങ്ങൾക്കറിയാം. റബീഉൽ അവ്വൽ മാസത്തില് മൗലീദ് ഉണ്ടാവും, നേർച്ച ഉണ്ടാവും. അതിനപ്പുറം അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് കടന്നുള്ള അറിവ് ഞങ്ങൾക്കില്ല. ഉസ്താദന്മാർ പറയണേ ഞങ്ങൾ വേണ്ടി ചെയ്യണത് തക്ലീദ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു.
അറബി ഭാഷയായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അറിയുമെന്നുള്ള അല്ലാഹു അലം. ഇങ്ങനെയുള്ള ഞങ്ങളടുത്ത് കുറച്ച് ഹദീസുകളൊക്കെ പറഞ്ഞ് അവർ അർത്ഥം പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരില്ലേ? ശ്രദ്ധിക്കും. ഈ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി അവരുമായുള്ള നിരന്തര സമ്പർക്കം വഴി അവർ പറയുന്നതാണ് ദീന് എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പിന്നെ കുറെ കാസറ്റുകളും ലഘുലേഖകളൊക്കെ കിട്ടും. ഞങ്ങൾ കേൾക്കുന്നത് അവരെയായിരുന്നു. അങ്ങനെയാണ് അവർ പറയുന്നതാണ് ദീൻ എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നതും ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വന്നതും. എന്നാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇടവന്നപ്പോൾ അതിനകത്തുള്ള കാപട്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ വിവാദങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വഹാബി മൗലവിമാരുടെ വാക്കുകൾക്കപ്പുറം ചിന്തിക്കാതിരുന്ന ഞങ്ങളുടെ ചിന്താശക്തി വീണ്ടെടുത്തു. സുബ്ഹാനല്ലാഹ്. കാരുണ്യവാനും കരുണാമയനുമായ അല്ലാഹുവിനെ സ്തുതി. ഞങ്ങളുടെ അറിവില്ലായ്മയെ നീ പുറത്തു തരണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ബുദ്ധിയെ നീ മരവിപ്പിക്കലേ അല്ലാഹ്. ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പ്രദേശങ്ങളിലും നിയുക്തരായ പ്രവാചകന്മാർ വഴി വന്നിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് ശരിയായ അഖീദയെന്ന് അവ തമ്മിൽ വൈരുദ്ധ്യമോ വ്യത്യാസമോ ഇല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ നവോത്ഥാനത്തിന്റെ വക്താക്കളായി തിരുത്തൽവാദികളായി വന്ന പുത്തൻവാദക്കാർ, ആദ്യം തൗഹീദിന്റെ പേരിൽ സുന്നികളെ കാഫിറാക്കിയവർ, അതേ തൗഹീദിന്റെ പേരിൽ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളാകുകയും പരസ്പരം കാഫിറുകളായും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മറഞ്ഞ വഴിയിലൂടെ അള്ളാഹു അല്ലാത്ത വസ്തുവിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്താൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവമാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വഹാബിസം ലോക മുസ്ലിങ്ങളെ മാറ്റിയത്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടുമ്പോൾ അത് മറഞ്ഞ വഴിയിലുള്ള തേട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് അവരുടെ വാദം. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നതും ജിന്നുബാധയിലും ദൃശ്യദോഷത്തിലും വിശ്വസിക്കുന്നതും ബർക്കത്തെടുക്കുന്നതുമെല്ലാം ശിർക്കാണെന്ന് ആയിരുന്നു ആദ്യകാല വഹാബി വിശ്വാസം. കാരണം അതെല്ലാം മറഞ്ഞ വഴിയിലുള്ള ഉപകാരമോ ഉപദ്രവമോ ആണ് എന്നാണ്. എന്നാൽ ജിന്ന് വിവാദം തലപൊക്കിയതോടെ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളായി മാറി പരസ്പരം കാഫിറുകളായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ പ്രസ്ഥാനം ചെന്നെത്തിയിരുന്നു. ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ, ഹദീസുകൾ ക്രോഡീകരിച്ച് നിവേദനം ചെയ്ത ലോക മുസ്ലിങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ പോലെ പോലും വാപ്പയ്ക്ക് വിളിക്കുന്ന ഇരുവേറ്റി ഗ്രൂപ്പ് മുതൽ ജിന്നും സിഹറും ബാധിച്ച് ഇരിക്കപ്പുറതിയില്ലാത്ത ഔദ്യോഗിക ഗ്രൂപ്പ് വരെ പരസ്പരം കാഫിറുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുത്തൽവാദികളായി വന്ന പുത്തൻവാദക്കാരിൽ നിരവധി ഗ്രൂപ്പുകളുണ്ടെന്നും അവർ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകളിലാണെന്നും തൗഹീദിനെ കുറിച്ച് വ്യക്തമായ നിർവചനം ഇവരെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ തൗഹീദിനെ ഞങ്ങൾ തേടുകയായിരുന്നു. കരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ വലിച്ചെറിഞ്ഞത് തന്നെയാണ് യഥാർത്ഥ മാണിക്യമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു.
ഫിഖ്ഹിന്റെ ആകത്തുകയായ മദ്ഹബുകളുടെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യുന്നത് തെറ്റല്ല എന്നും അത് മാത്രമാണ് ശരിയെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ച സുന്നി പാതയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുജാഹിദുകളുടെ പല പാഠങ്ങളും അംഗീകരിച്ചാൽ ഇസ്ലാം നമ്മിലേക്ക് പകർത്തുന്ന വിശുദ്ധ ശൃംഖല മുഴുവനും മുശ്രിക്കുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടി വരും. മാത്രമല്ല, നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് അവകാശപ്പെടുന്നവർക്ക് ഇതുവരേക്കും തൗഹീദിനെ പോലും തീരുമാനിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓരോരോ ആഴ്ചയിലും മാറി മാറി വരുന്നതല്ല തൗഹീദ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയായ സുന്നി പാതയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് വഹാബിസത്തിന്റെ പ്രധാന പ്രചാരകങ്ങൾ ആയിരുന്നു ഇതിനു മുമ്പ് ഈ വേദിയിൽ സംസാരിച്ച എന്റെ പ്രിയ സുഹൃത്ത് നയാബ്. ഞങ്ങളെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചതും അദ്ദേഹമായിരുന്നു. എന്നാൽ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ സത്യദീനിന്റെ യഥാർത്ഥ പാത ഞങ്ങൾക്ക് മുന്നിൽ തുറന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നയാബ് തന്നെയാണ് ഈ തിരിച്ചുവരവിനും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആരെല്ലാം മുജാഹിദ് ആശയത്തിലേക്ക് അല്ലെങ്കിൽ വഹാബിസത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം കണ്ട് അവരെയെല്ലാം കാര്യങ്ങൾ ബോധിപ്പിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ പാത എന്താണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനും അഹ്ലുസുന്നയുടെ വക്താവും മാനവികതയുടെ വക്താവും ആയ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സുന്നി പാതയിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണമേ. വാക്കാലും പ്രവൃത്തിയാലും ചിന്തകളാലും ഞങ്ങളിലുണ്ടായ തെറ്റുകളെ നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഉസ്താദുമാർക്കും നീ ദീർഘായുസ്സിനെ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ നീ ദീർഘായുസ്സിനെ നൽകണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും